കൂൺ കൃഷി തുടങ്ങിയാലോ ആലോചിക്കുന്നുണ്ട്. പെണ്ണ് വരി അടിയിൽ അല്ല ബ്രാൻഡിന്റെ പേര് ബാബു ആക്കാനോ? ഞാൻ ഉദ്ദേശിച്ച മൂലംകുഴിയിൽ നിന്ന് മൂയും സഹദേവന്റെ സായി പാവന്റെ കൂടുന്നൊക്കെ ആഞ്ചലീന ജോളിനെ പോലെ ഉണ്ട്. ഒരു 100 ഉണ്ട് എടുക്കാൻ. ഇത് പറയാൻ തുടങ്ങിയിട്ട് നമ്മള് 10-15 കൊല്ലായി പരസ്പരം. മില്ലർ കട്ടറിന് ആഞ്ചലീന ജോളിനെ പോലെ ഉണ്ട്. ജോലൈൻ എക്സൈസ് ഇതെല്ലാം ഇപ്പത്തെ ട്രെൻഡ് ഇതെന്തോ ചെയ്തതാണ്. അല്ലല്ല ജോലൈൻ എക്സൈസ് 10 ഇങ്ങനെയാവും. ഇല്ലടാ ആവൂടാ, ഞാൻ റീല് കണ്ടതാ, അയച്ചരാ. അതിനിടക്ക് മുതലാക്കിയോ? എന്താണ് ഉദ്ദേശിച്ചത്? വിവരിക്കൂ. കോറിയോഗ്രാഫർ അല്ലേ രാജ? ശരിക്കും നോക്കി വെച്ചോ. അത് കൊറിയോഗ്രാഫർ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആദ്യം കാണിച്ചു കൊടുക്കല്ലോ കൊറിയോഗ്രാഫർ എങ്ങനെ കളിക്കേണ്ടത്. കറക്റ്റ് സിംഗ്. നമ്മൾ 2 സ്റ്റെപ്പ് പഠിച്ചാൽ ജയറാം എങ്ങനെ കളിക്കുന്നത്? എന്ത് ശശി? അല്ല നമുക്ക് വയലും ഇതൊക്കെ അല്ലേ അല്ലേ? അതായത് രാജന്റെ എന്നിട്ട് ഉറുക്കിയാ പോയിരിക്കുന്നത്. ഉറുക്കിയാ പോയിട്ട് ഗൂഗിൾ മാപ്പ് കയറിയിട്ട് ഗൂഗിൾ മാപ്പ് പോയിട്ട് മാപ്പിൽ നോക്കുന്നത് പാടം. ഗംഭീരമായിരുന്നു. വെസ്റ്റേൺ സിംഗർ, നല്ലൊരു വെസ്റ്റേൺ സിംഗർ. ബസ് സ്റ്റാൻഡ് സിംഗറോ? ഇതിനും കുറെ ഫാൻസ് ഗംഭീരമായിരുന്നു. വെസ്റ്റേൺ സിംഗർ, നല്ലൊരു വെസ്റ്റേൺ സിംഗറിനെ ആദ്യമായിട്ടാണ് വേദിയിൽ കാണുന്നത്. ബസ് സ്റ്റാൻഡ് സിംഗർ വെസ്റ്റേൺ ആയിരിക്കും കഥ. പിന്നെ അറിയില്ല വിശ്വ ആരാ അത്? വിശ്വ മ്യൂസിക്കിനോട് റാപ്പർ അറിയില്ല. ഇവനെ കൊറേ റോസ്റ്റ് ചെയ്തിരിക്കുന്നു കൊറേ കാലം. വിശ്വ മ്യൂസിക് ഇവ എല്ലാരും പോയിട്ട് പ്രൊമോഷൻ ചെയ്യും. അവൻ തന്നെ അവനെ തന്നെ പ്രൊമോട്ട് ചെയ്യും. വിശ്വ മ്യൂസിക്കിന് അറിയാന്ന് വെച്ചിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും. എന്തെങ്കിലും അറിയുന്ന അറിയണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും. ചലഞ്ച് ചെക്കൻ ഇറ്റായില്ലപ്പോ ചെക്കപ്പൈറ്റായി. അപ്പൊ നമ്മളെയൊക്കെ കളിയാക്കിയവരെയും കഷ്ടപ്പെടുത്തിയവരെയും മുമ്പിലേക്ക് ഈ കാശ് പറത്തിക്കൊണ്ട് നമ്മൾ പറയും, കണ്ടോടാ നമ്മുടെ കളിയാട്ടമെന്ന്. കഷ്ടകാലമേ ഗോവിന്ദ. ഇത് പറയാൻ തുടങ്ങിയിട്ട് നമ്മള് 10-15 കൊല്ലായി പരസ്പരം. ഒരു 100 ഉണ്ട് എടുക്കാൻ. ഞാൻ ഇന്നലെ കൂടി കെവിന്റെ വാങ്ങിയിട്ടുള്ളൂ പൈസ. മാറിപ്പോണ്ടോ കൊച്ചുപറമ്പിൽ നാരായണ മകൻ ഫോൾഡർ പറഞ്ഞ കൊച്ചുപറമ്പിൽ നാരായണ മകൻ രവീന്ദ്രൻ തന്നെയാ വിളിക്കുന്നത്. ഇങ്ങനെ പേര് പറഞ്ഞ ഒരാള് മാമന്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. കരിക്കിനെ വിളിക്കുന്നവര് ശശിയേ ശശി. രാജ എന്റെ ചിരി ഹൈലൈറ്റ് ആട്ടോ. എനിക്ക് പറ്റില്ല ഫുഡായിരിക്കാൻ എന്തിനാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കരുത്, പിടിച്ചു വെക്കരുത്. ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ. ഹസ്ബൻഡ് നമ്മുടെ
എടാ 30 തന്നെയല്ലേ കമന്റ് ചെയ്തത് ഒറിജിനൽ ഐഡി എന്നാണ് അവൻ തിന്നാറില്ല. 2 മണിയൊക്കെ ആകുമ്പോ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു സംസാരിക്കുന്നത്. അതിന്റെ മുകളിൽ ഇമ്മാതിരി വർത്താനോ പിടിച്ചിട്ട് കാര്യമില്ലടാ, ഇതൊന്നും കിട്ടൂല, പൈസ തിരിച്ചു കിട്ടൂല. പ്രശ്നം അതാണ്. പൈസ തിരിച്ചു കിട്ടൂല, സാധനം കേസായിട്ട് കോടതിയിൽ വരികയുള്ളൂ. പിന്നെ കേസ് ഫോളോ അപ്പ് ചെയ്ത് പോയി നമ്മളെ പൈസയും പോവും അവരെ പൈസയും പോവും, പൈസ റിക്കവർ ആയി കിട്ടൂല നമുക്ക് പൈസ. അതാണ് പ്രയാസം. ഈ ചിലപ്പോ നമ്മൾ മരിച്ചിട്ടൊക്കെ 10, 30, 40 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പൈസ കിട്ടുക, മരിച്ചതിന് ശേഷം പൈസ കിട്ടുക. കൊടുക്കാൻ കഴിയില്ല, ശിക്ഷ അനുഭവിക്കാൻ ഓപ്ഷനിലേക്ക് പോയാൽ ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ സർക്കാർ നമുക്ക് പൈസ തരാൻ പോകുന്നു, ഒന്നും തരില്ല. 66 ലക്ഷം എന്തോ അല്ലേ? 60 ലക്ഷം സ്കൂളായിട്ട്. 60 ലക്ഷം ഒന്നല്ല, 60 ലക്ഷം മോള് അതിന് മേലുണ്ട്. കോൺഫിഡൻസ് ഉണ്ടോ? ഇത്രയും തെളിവുണ്ടായിട്ടും ആ മീഡിയന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്തില്ലാത്തവരെ സംസാരിക്കാൻ കഴിവാട്ടത്. അങ്ങോട്ട് ഡിഫെൻഡ് ചെയ്ത് നോക്കിയോ ഫസ്റ്റ് കോഡ് മാറ്റിയിട്ട് ഇവരെ എംപ്ലോയീസിന്റെ QR കോഡ് വെച്ചിട്ട് അവർ എംപ്ലോയീസ് പൈസ കിട്ടി. കമ്പനി QR കോഡ് മാറ്റിയിട്ട് എംപ്ലോയിന്റെ QR കോഡ് വെച്ചിട്ട് എംപ്ലോയിന്റെ അകത്തേക്ക് സാധനം വന്നു. എമൗണ്ട് ഒക്കെ അടക്കുന്നൊക്കെ അവർ കളക്ട് ചെയ്ത് സ്റ്റോക്ക് മറച്ചു വിട്ടിട്ടുണ്ട്. ശശി, അത് നമ്മളെ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളുണ്ട്. അവര് പ്രഗ്നൻസിന്റെ ലീവിലെങ്ങാണ്, അല്ല ഐ മീൻ ആ ടൈമിലാണ്. പക്ഷെ എങ്ങനെ ഈ നാട്ടിലൊരു ബിസിനസ് നടത്തും ഇമ്മാതിരി പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ആരെ വിശ്വസിക്കും? നമ്മൾ മോണിറ്റർ ചെയ്യണോ? ഇത് എന്റെ ചായപ്പൊടി ബിസിനസിനെ പറ്റി അവൻ പറയണ്. ബിസിനസ് ഉള്ളവർക്കല്ലേ, ചെയ്യാൻ പറ്റുന്നവർക്കല്ലേ ഇതിനെ കുറിച്ചൊക്കെ അറിയാം. അതെ, വിശ്വാസല്ലേ? എടാ ഞാനൊരു കൂൺ കൃഷി തുടങ്ങിയാലോ ആലോചിക്കുന്നുണ്ട്. എങ്കിൽ ഞങ്ങൾ പോകാതെ അടുത്ത വീഡിയോയിലേക്ക് പോവാൻ. എണ്ണ മാറ്റിട്ട് അടിയിലുണ്ടോ? അല്ല, ബ്രാൻഡിന്റെ പേര് മാമൂൺ എന്നാക്കാനോ? മാമന്റെ കൂടുന്നൊക്കെ ഈ തണ്ണിമത്തൻ ഈ വാഴയിൽ കൊലച്ചു നിൽക്കുന്നതിന്റെ രഹസ്യം എന്താ? ഇവിടുത്തെ കുറച്ച് കൊച്ചുമയിലുകൾ ചെയ്ത പരിപാടിയായത്. തേച്ചു അല്ലേ? കരടി അങ്ങനത്തെ എന്തെങ്കിലും കരടി ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ, ഒരു ദിവസം ഹമ്പ് ചാടി എന്ന് പറഞ്ഞിട്ട് ഡൗട്ട് വന്നിട്ട് നമ്മളെല്ലാരും പോയി നോക്കുമ്പോ അമ്പല്ല ചാടിയത്, ആന ചെരിഞ്ഞു. വീഡിയോ ആണ്. അങ്ങനെ തന്നെ വേണോ? അവനക്ക് നല്ല ഭംഗിയിലെത്തി. നേപ്പാളിയോ? കുട്ടി നേപ്പാളിയാ. ID ചോദിക്കരുത് മാമ. നമ്മക്ക് അങ്ങനെ ഒന്നും വേണ്ട, നാളെ തപ്പിക്കില്ല. അവർക്ക് നേപ്പാളൊന്നും പോകണം എന്തായാലും. ഒരുപാട് നല്ല മെമ്മറീസും മൊമെന്റ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല കോണ്ടന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ചാനൽ. ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡ് കാണാനും ഇതുപോലുള്ള കോണ്ടന്റ്സ് തുടർന്ന് കാണാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The only intention is to entertain you guys, so keep watching, keep supporting. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.